നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ക്ഷീണം കൂടുതലായി തോന്നാറുണ്ടോ? ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിയാതെ വരികയോ ബലക്കുറവ് അനുഭവപ്പെടുകയോ ചെയ്യാറുണ്ടോ? ഇത് ചിലപ്പോൾ വിളർച്ച അല്ലെങ്കിൽ അനീമിയ കാരണമാകാം. ഇങ്ങനെ വരാതിരിക്കാൻ അയൺ ധാരാളം അടങ്ങിയ ആഹാരം കഴിക്കാൻ ശ്രദ്ധിക്കണം. മത്സ്യമാംസാഹാരങ്ങൾ, മുട്ട, പയർവർഗ്ഗങ്ങൾ, ഇലക്കറികൾ, ചെറുധാന്യങ്ങൾ, നട്ട്സുകൾ, ഉണക്കപ്പഴങ്ങൾ എന്നിവയിലാണ് അയൺ ധാരാളം അടങ്ങിയിരിക്കുന്നത്. നമുക്ക് സുലഭമായി കിട്ടുന്ന ചുവന്ന ചീര ഉപയോഗിച്ച് കട്ട്ലറ്റ് ഉണ്ടാക്കുന്ന വിധം ഒന്ന് നോക്കിയാലോ? ഇത് മുതിർന്നവർക്കും കുട്ടികൾക്കും ഇഷ്ടപ്പെടുന്ന ഒരു പലഹാരമായിരിക്കും. ഇത് വിളർച്ച അഥവാ അനീമിയ മൂലമുണ്ടാകുന്ന ക്ഷീണം, രോഗപ്രതിരോധ ശക്തി കുറവ്, കാര്യക്ഷമത കുറവ്, ബുദ്ധിപരമായ പ്രവർത്തനങ്ങളുടെ അപാകത എന്നിവയെ തടയാൻ ഉത്തമമാണ്. മത്സ്യമാംസാഹാരങ്ങളിലുള്ള അയൺ ശരീരം വേഗം വലിച്ചെടുക്കുന്നു. എന്നാൽ പയർവർഗ്ഗങ്ങളിലെയും പച്ചക്കറികളിലെയും അയൺ ശരീരത്തിൽ ആഗീകരണം ചെയ്യണമെങ്കിൽ വിറ്റമിൻ സി അടങ്ങിയ ആഹാരം ഉൾപ്പെടുത്തണം. അതിനാൽ ഏതെങ്കിലും പഴവർഗ്ഗങ്ങളോ പുതിന ചട്നിയോ നാരങ്ങ വെള്ളമോ ഇതിൻ്റെ കൂടെ ഉൾപ്പെടുത്താം. രണ്ടോ മൂന്നോ കട്ട്ലറ്റിൽ നിന്ന് 150 കലോറി ഊർജവും 3 ഗ്രാം പ്രോട്ടീനും 1 ഗ്രാം അയണും നമുക്ക് കിട്ടും. ഇത് നല്ലൊരു പോഷകാഹാരം കൂടിയാണെന്നുള്ളതിന് സംശയമില്ലല്ലോ.